ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനപ്പെട്ട ഇടവവികാരി A.T. തോമസ് അച്ഛൻ, സഹവികാരിയായിരിക്കുന്ന എൻ്റെ സഹോദരൻ പ്രിയപ്പെട്ട ഫിലോ അച്ഛൻ, എം വർഗീസ് അച്ഛൻ എന്നീ വിശുദ്ധ ആരാധനയുടെ ഭാഗവാക്കായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായിട്ടുള്ള യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഈ വലിയ പദവിയെ ഓർത്ത്, വലിയ നിയോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ദിവസങ്ങളിലൊക്കെയും VBSൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് കഴിഞ്ഞ 6 ദിവസക്കാലമായിട്ട് ഇടവകയിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. 85 കുഞ്ഞുങ്ങൾ വളരെ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ VBSൽ അടുത്തു വരുന്നു. പ്രിയ കുഞ്ഞുങ്ങൾ നൽകിത്തരുന്ന ഒരു പ്രചോദനം, അവർ നൽകിത്തരുന്ന ഒരു വലിയ കൂട്ടായ്മ ഞങ്ങളെയും വീണ്ടും ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് യാത്ര ചെയ്യിപ്പിക്കുവാൻ പ്രേരിപ്പിക്കും. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളെ ഒരുക്കി അയക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് തക്കതായ നേതൃത്വം നൽകുന്ന പ്രിയ അധ്യാപകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേപോലെ തന്നെ ഈ VBSൻ്റെ നടത്തിപ്പിനായി വളരെയധികം അധ്വാനിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞാനും ഫിലോച്ചനും ഒക്കെയും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ആഴത്തെ പറ്റി അച്ഛൻ പറഞ്ഞുവല്ലോ. എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്, സ്റ്റാൻഡ് ഫേം ഇൻ ക്രൈസ്റ്റ്, ഈ വർഷത്തെ VBSൻ്റെ ചിന്താവിഷയം. ഇന്നാളുകളുടെ VBSൻ്റെ അനുഗ്രഹീതമായ നടത്തിപ്പൊക്കെയും നമ്മുടെ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാനും ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുവാനും മുഖാന്തരമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായിട്ട് അതിനായി ആഗ്രഹിക്കുന്നു. ഇന്ന് പുതുഞായറായി സഭ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. മുഴുവനായും വായിക്കുവാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് 28ഉം 29ഉം വാക്യങ്ങൾ വായിച്ചു കൊള്ളട്ടെ. തോമാസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും ആയുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്ന്. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന പ്രിയ ദൈവമേ, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം കണ്ടിട്ടും കാണാതെ നടന്നകന്നു പോയാലും മഹാദയോടെ സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്തണയ്ക്കുന്ന ഒരു ക്രിസ്തു സ്നേഹം ഞങ്ങൾക്ക് ക്രൂശിൽ വെളിപ്പെടുത്തി തന്നതോർത്ത് നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നേ ദിവസം ആരാധനയ്ക്കായി നീ ഞങ്ങളെ അവിടുന്ന് ഒരുക്കിക്കൊണ്ടുവന്നു. അകന്നുപോയ ഒറ്റപ്പെട്ടുപോയ തോമാസിനെ തേടിച്ചെന്ന് നിൻ്റെ മുറിവുകളെ കാണിച്ച് അവന് നഷ്ടപ്പെട്ടതായിട്ടുള്ള ജീവിതത്തിൻ്റെ സൗഭാഗ്യ അവസ്ഥകളിലേക്ക് യഥാസ്ഥാനപ്പെടുത്തിയ ക്രിസ്തു സാന്നിധ്യം ഇന്ന് പകലിൽ ഞങ്ങൾക്കും അനുഭവേദ്യമാകണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇടവയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വചനം പറയുവാൻ അടിയനെയും കേൾക്കുവാൻ നിൻ്റെ മക്കളെയും ഒരുപോലെ അവിടുന്ന് ബലപ്പെടുത്തണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ തിരക്കേറിയ ആശുപത്രി വരാന്തയിൽ കൂടി ധാരാളം പേർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത്, അവരുടെ രോഗാവസ്ഥകളെ ഓർത്ത് ഓടി ഓടി
പലതരത്തിലുള്ള തിരക്കുകളിൽ ആകുന്നുണ്ട്. ഇന്ന് ഈ ആശുപത്രിയുടെ വരാന്തയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഏറെ ദിവസങ്ങളായിട്ട് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലായിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളെയും കാത്ത് ഇരിക്കുകയാണ്. ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനായി ആഗ്രഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ നിന്നാണ് എനിക്കൊരു ആശ്വാസം ലഭിക്കുക? എവിടെ നിന്നാണ് എൻ്റെ ഈ കണ്ണുനീരിനൊരു ശമനമുണ്ടാകുക എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈ ചെറുപ്പക്കാരൻ എന്നും രാവിലെ ഈ ICUവിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കേൾക്കുന്നതായ പാട്ടിൻ്റെയും പ്രാർത്ഥനയുടെയും ഉറവിടം തേടിപ്പോകുന്നത്. അത് ആശുപത്രിയിൽ നിർമ്മിച്ചിരിക്കുന്നതായ ഒരു കൊച്ചു ചാപ്പലാണ്. ഈ ചാപ്പലിലേക്ക് കയറി അതിൻ്റെ ഏറ്റവും പുറകിലത്തെ ബെഞ്ചിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ആദ്യമൊന്നും മുന്നോട്ട് നോക്കിയില്ല. അത്രത്തോളം ഹൃദയഭാരം അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അത്രത്തോളം രോഗത്തിൻ്റെ അവസ്ഥകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാധീനതകളുമൊക്കെയും അവൻ്റെ മനസ്സിനെ വല്ലാതെ മതിക്കുന്നുണ്ടായിരുന്നു. ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരഞ്ഞു, ഒരുപാട് പ്രാർത്ഥിച്ചു. തെല്ല് സമയം കഴിഞ്ഞപ്പോൾ അവൻ മുമ്പിലേക്ക് തലയുയർത്തി നോക്കി. തലയുയർത്തി നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവൻ ആദ്യം ചിരിയാണ് വന്നത്. താൻ തൻ്റെ വേദന പറയുവാൻ, നൊമ്പരം പറയുവാനായി വന്നിരിക്കുന്ന ഇടം കൊള്ളാം. കാരണം മുകളിലേക്ക് നോക്കിയപ്പോൾ അവിടെ മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് രക്തം ചിന്തപ്പെട്ട് തലയിൽ മുൾക്കിരീടം വെച്ച് കിടക്കുന്ന ഒരു ദൈവത്തെയാണ് അവൻ കണ്ടത്. മനസ്സിൽ ഒരു ചെറിയ ചിരി പടർന്നു. ഈ ദൈവത്തോടാണോ, മുറിവേറ്റ് കിടക്കുന്ന രക്തം വാർന്നൊഴുകുന്ന ഈ ദൈവത്തോടാണോ ഞാൻ എൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാനായി വന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അവൻ്റെ മനസ്സിൽ ശക്തമായൊരു മന്ത്രണം ഉണ്ടാവുകയാണ്. ഈ മുറിവേറ്റ ദൈവത്തോടല്ലാതെ ആരോടാണ് നിനക്ക് നിൻ്റെ വേദനകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നിന്റെ മുറിവുകൾ മനസ്സിലാക്കുവാൻ ഈ മുറിവേറ്റ് കിടക്കുന്ന ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പുതുഞായറായി അവിടുന്ന് കൊണ്ടാടുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും മുറിവുകളെ അറിഞ്ഞ് ആ മുറിവിനോട് ചേർന്ന് നിന്ന ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹവും സാന്നിധ്യവുമാണ് നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. ആംഗലേയ കവിയായിട്ടുള്ള എഡ്വിഡ് ഫിലേറ്റോ, അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് കവിതാ സമാഹാരമുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: ഞങ്ങളുടെ മുറിവുകളിലേക്ക് സംസാരിക്കുവാൻ കർത്താവേ, അങ്ങയുടെ മുറിവുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഞങ്ങളുടെ മുറിവുകളിലേക്ക് സംസാരിക്കുവാൻ കർത്താവേ, അങ്ങയുടെ മുറിവുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചിന്തകൻ ഇപ്രകാരം പറയുന്നത്: ദ വൂണ്ടഡ് ക്രൈസ്റ്റ് ഈസ് ദ റിയൽ ക്രൈസ്റ്റ്. മുറിവേറ്റ ക്രിസ്തുവാണ് യഥാർത്ഥമായിട്ടും നിന്റെ വേദനകളെയും മുറിവിനെയും തൊട്ടറിഞ്ഞവൻ. ആ ക്രിസ്തുവിലേക്ക് നീ ശരണപ്പെടുമ്പോൾ നിന്റെ മുറിവുകളേക്കാൾ അധികമായ മുറിവുകളേറ്റ ക്രിസ്തു നിന്റെ മുറിപ്പാടുകളെ ഏറ്റെടുക്കുവാൻ മതിയായവനാണ്. ഇത് നാം വായിച്ചു കേട്ടതായ ഈ വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 2 ചിന്തകളാണ് ഈ ഭാഗം തരുന്നത്. ഒന്ന്, തന്നെത്താൻ വെളിവാക്കപ്പെടുന്ന മുറിവേക്കപ്പെട്ട അഥവാ തുളയ്ക്കപ്പെട്ട ക്രിസ്തു. തന്നെത്താൻ വെളിവാക്കപ്പെടുന്ന മുറിവേറ്റ തുളയ്ക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാൻ കഴിയും. ദ സെൽഫ് റിവീൽഡ് വൂണ്ടഡ് ക്രൈസ്റ്റ്. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ദൃഢ നിശ്ചയമുള്ള ഒരു സാക്ഷ്യത്തിനെ പറ്റിയാണ്. തോമാസ് കർത്താവിനോട് പറയുകയാണ്: എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ആൻ അൺവേവറിങ് ടെസ്റ്റിമണി, മാറ്റപ്പെടാത്ത അചഞ്ചലമായി ഉറച്ചു നിൽക്കുന്ന ഒരു സാക്ഷ്യം. ഈ 2 സംഭവങ്ങളും രണ്ടല്ല, മറിച്ച് ഈ 2 സംഭവങ്ങളും പരസ്പരം അന്തർലീനമായിട്ടുള്ള ഒന്നാണ്. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നുള്ള ടെസ്റ്റിമണി, സാക്ഷ്യം എന്ന് പറയുന്നത് സഹസ്രാബ്ദങ്ങളായിട്ട് സഭ അവിടുന്ന് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഈ വലിയ സാക്ഷ്യത്തിൻ്റെ പുറത്താണ് നമ്മളുടെ സഭ പണിയപ്പെട്ടത് എന്ന് വേണമെങ്കിൽ പറയാം.
ദ ഫസ്റ്റ് എവർ ക്രിസ്റ്റോളജിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. ദൈവശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ക്രിസ്റ്റോളജിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് തോമാസിൻ്റെ നാവിൽ കൂടി നൽകപ്പെട്ടു എന്ന് മാത്രം. ദിസ് ഇസ് നോട്ട് ഓൺലി എ ക്രിസ്റ്റോളജിക്കൽ ബട്ട് ഓൾസോ എ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ക്രിസ്റ്റോളജിക്കലായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, മറിച്ച് ഇത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ലളിതമായി നമുക്ക് പറയാം, തോമാസിൻ്റെ ജീവനോളം വിലയുള്ള ഒരു ക്രിസ്തു ഭാഷ്യം ഈ സാക്ഷ്യത്തിനുണ്ടായിരുന്നു. തോമാസിൻ്റെ ജീവനോളം വിലയുള്ള ഒരു ക്രിസ്തു ഭാഷ്യം ഈ സാക്ഷ്യത്തിലുണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, തോമാസിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ ഭാഷ്യം, ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജും ഈ സാക്ഷ്യത്തിന് ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് നിലവിളിച്ച് പറയുന്നതിൽ കൂടി സീസറിനെ തള്ളിപ്പറയുന്ന, ദേശദ്രോഹിയായി ചാപ്പകുത്തപ്പെടുന്ന ഇടങ്ങളിലേക്കാണ് തോമാസിൻ്റെ യാത്ര തുടങ്ങുന്നത്. എന്നിരുന്നാലും തോമാസ് മടി കൂടാതെ പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ, എനിക്കറിയാം എൻ്റെ സമയം വളരെ പരിമിതമാണ്, അതുകൊണ്ട് ഇൻട്രൊഡക്ഷനൊക്കെ വളരെ ചുരുക്കമായി പറഞ്ഞത്. 2 കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കട്ടെ. ഒന്ന്, ഉത്ഥാനത്തിൻ്റെ അടയാളം നൽകുന്ന ദർശനം എന്നുള്ളതാണ്. വാക്യം 27 നമ്മൾ അവിടുന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. യേശു പറയുകയാണ്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്തിടുക. ഇവിടെ ക്രിസ്തു തോമാസിന് മുമ്പിൽ ഒരു അടയാളം വെച്ച് കൊടുക്കുകയാണ്. നീ ചോദിച്ചത്, നീ സന്ദേഹപ്പെട്ടത്, നീ അവിടുന്ന് സംശയാലുവായി മാറിപ്പോയതായ കാര്യത്തിന്മേൽ ഒരു അടയാളം വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ ഉദ്ധിതനായ ക്രിസ്തു കാണിച്ചു കൊടുക്കുന്നത് മഹത്വത്തിൻ്റെ കിരീടമല്ല, മറിച്ച് സഹനത്തിൻ്റെ കുരിശാണ്. എല്ലാവരും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നോക്കുമ്പോൾ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സന്തോഷത്തിലുപരിയായിട്ട് തോമാസിന് മുമ്പിലേക്ക് കർത്താവ് നിവർത്തി വയ്ക്കുന്ന ഈ തുളയ്ക്കപ്പെട്ട കരങ്ങൾ, അത് സഹനത്തിൻ്റെ കുരിശിൻ്റെ അടയാളം കൂടിയാണ്. ഈ തുളയ്ക്കപ്പെട്ട, മുറിക്കപ്പെട്ട ദ വൂണ്ടഡ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഇത് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു ചിന്ത ഉടലെടുക്കണം. ദൈവമേ, നീ എനിക്ക് വേണ്ടി അവിടുന്ന് അടികളേറ്റു, നീ എനിക്ക് വേണ്ടി രക്തം ചിന്തി, നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ക്രൂശ് സഹനത്തിൻ്റെ വഴിയെ ഓർക്കുന്ന ഇടങ്ങളായി ഉത്ഥാനത്തിൻ്റെ അടയാളം മാറണം. വാട്ട് റെപ്രസെൻറ്റിങ് ദ റിസറക്ഷൻ. ഉദ്ധിതനായ ക്രിസ്തു എവിടെയൊക്കെ തിരിച്ചറിയപ്പെട്ടുവോ അവിടെയെല്ലാം ഈ മുറിവുകൾ കാണിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 39 വാക്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് മുമ്പിലേക്ക് പോയിട്ട് യേശു കർത്താവ് 2 കൈകളും 2 കാലുകളും കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് ഞാൻ തന്നെയെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ദിസ് ഈസ് എ സിമ്പിൾ, ഇത് ഉദ്ധിതനായ ക്രിസ്തുവിനെ തിരിച്ചറിയപ്പെടുവാനുള്ള ഒരു സിമ്പലാണ്, അടയാളമാണ്. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു കാണിച്ചു തരുന്നതായിട്ടുള്ള ഈ തിരുമുറിവുകൾ അവൻ എനിക്ക് വേണ്ടി സഹിച്ചതായിട്ടുള്ള കഷ്ടതകളുടെയും യാതനകളുടെയും പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും അടയാളപ്പെടുത്തലാണ്. യേശുവിൻ്റെ സഹനങ്ങൾ മനസ്സിലാക്കിയവർക്ക് മാത്രമേ അവൻ എൻ്റെ കർത്താവും അവൻ എൻ്റെ ദൈവവും എന്ന് സാക്ഷ്യം പറയുവാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇത് രണ്ടും അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പീഡകളേറ്റു എന്നുള്ള വലിയ ബോധ്യത്തിൽ നിന്ന് മാത്രമേ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് ലജ്ജയില്ലാതെ ഭയമില്ലാതെ തോമാസിനെ പോലെ വിളിച്ചു പറയുവാനായി നമുക്ക് കഴിയും. അതുകൊണ്ട് മുറിവുകൾ കാണാത്തവർക്ക് അവൻ കർത്താവുമല്ല രക്ഷിതാവുമല്ല. പ്രിയപ്പെട്ടവരെ, മുറിവേറ്റ ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. നമ്മുടെ ചുറ്റുപാടുകളിൽ മുറിവേറ്റ ജീവിതങ്ങളെ കാണുവാൻ നമുക്ക് കഴിയണം. ചേർത്ത് പിടിക്കുവാനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദ വൂണ്ടഡ് ക്രൈസ്റ്റ് ഈസ് ദ റിയൽ ക്രൈസ്റ്റ്. The wounded church is the real church. The wounded Christian is the real Christian. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ദൃഢ നിശ്ചയമുള്ള ഒരു സാക്ഷ്യമാണ്.
ദ ഫോം ടെസ്റ്റിമണി. വാക്യം 29 അതിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇങ്ങനെ തോമാസിനോട് പറയുകയാണ്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. തോമാസ് ആദ്യം പറയുകയാണ്, ഞാൻ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. കർത്താവ് തോമാസിനോട് പറയുകയാണ്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നവയെല്ലാം നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഒരുപക്ഷെ ഈ യുക്തിവാദികളിൽ നിന്നൊക്കെ നാം കേൾക്കുന്ന നിരന്തരമായൊരു ചോദ്യമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തതിനെ എങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. കേവലം കാഴ്ചകളിൽ, കാഴ്ചപ്പാടുകളിൽ നമ്മളുടെ വിശ്വാസത്തെ ഒരു നാളും നമ്മൾ തളച്ചിടരുത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നമ്മളെല്ലാവരും ഇപ്പോൾ ന്യൂ ജെൻസി വേൾഡിലാണെങ്കിലും നമ്മൾ ഒരു പഴയ തലമുറയായിരുന്നു. എൻ്റെ ഓർമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് ടെലിവിഷൻ ആദ്യം വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഞാൻ ഒത്തിരി പഴയതല്ലെങ്കിൽ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആദ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ദൂരദർശൻ ചാനൽ കണ്ടിട്ടുണ്ട്, മെട്രോ ചാനൽ കണ്ടിട്ടുണ്ട്. അന്ന് നമ്മൾ കണ്ടതെല്ലാം സത്യമായിരുന്നോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ കണ്ടത് അല്ല. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് പുറകിൽ വർണ്ണശബളമായ നിറങ്ങൾ നിറഞ്ഞതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ ടെലിവിഷനിൽ കൂടി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ നിറമുള്ളതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. കണ്ണുകൾ കാണുന്നതെല്ലാം സത്യമാണോ? ഇന്ന് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേൾഡിലാണ് ജീവിക്കുന്നത്, AI വേൾഡിൽ. ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയാസിൽ വരുന്ന ചില വീഡിയോസൊക്കെ കണ്ടാൽ ഇത് സത്യമാണോ, ഉള്ളതാണോ, അതോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് നിർമ്മിച്ചെടുത്തവയാണോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ രണ്ട് എക്സ്ട്രീംസും അത്ര വിദൂരമല്ല. കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനും അപ്പുറമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അവിടുന്ന് പേറേണ്ട ചില വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ട് കേവലം കാഴ്ചകളിൽ നമ്മുടെ വിശ്വാസങ്ങൾ തളച്ചിടപ്പെടരുത്. ദൈവികമായതിനെ ലോകത്തിൻ്റെ കണ്ണുകളിൽ കൂടി അളക്കുവാൻ നാം ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ കണ്ണുകൾ കാണുന്നതെല്ലാം സത്യമല്ല. ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവികമായ സത്യങ്ങളെ താർക്കിക യുക്തികൾക്കും മുൻവിധിക്കും നമ്മുടെ ബുദ്ധിയിലും ഒതുങ്ങുന്നവയായി നാം കണക്കാക്കരുത്. ദൈവികമായിട്ടുള്ള ചില സത്യങ്ങളെ താർക്കിക യുക്തികൾക്കും മുൻവിധിക്കും നമ്മുടെ ബുദ്ധിയിലും സാമാന്യ കേവലമായ ബുദ്ധിയിലും ഒതുങ്ങുന്ന ഒന്നായി ഒരിക്കലും കണക്കാക്കുവാൻ പാടില്ല. എൻ്റെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ഇതിനും അപ്പുറമായിട്ട്, എൻ്റെ കാഴ്ചകൾക്കും അതീതമായിട്ടുള്ള അനുഭവേദ്യമാകേണ്ട ഒരു അനുഭവമാണ്. കാഴ്ചയുടെ ഈ പരിമിതമായ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് ബോധ്യപ്പെടുന്നവർ, വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ ചിന്താ ശകലത്തിൽ നിന്നും നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചത്. ഒന്ന്, വിശ്വാസം എന്നത് കേവലമായി ദർശിക്കപ്പെടുന്നതായ തെളിവുകളിൽ അടിസ്ഥാനപ്പെട്ടവയല്ല. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് കേവലമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ദർശിക്കപ്പെടുന്ന ചില കാര്യങ്ങളിൽ ആയി പോകരുത്. ഫെയ്ത്ത് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ എനി ഫിസിക്കൽ എവിഡൻസ് or tangible evidence. Faith is not based on any physical evidence. പിന്നെയോ വിശ്വാസം എന്നത് ഒരു അനുഭവമാണ്. കാഴ്ചകൾക്കും ചിന്തകൾക്കും അതീതമായി ഒരു അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ഉത്ഥാനം നമുക്ക് നൽകിത്തരുന്നത്. Faith is an experience beyond our expectation, our thoughts, our vision. ഈ ക്രിസ്തുവിൻ്റെ സത്യമായിട്ടുള്ള മുറിവേറ്റതായ ജീവിത അനുഭവത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ജീവിതങ്ങളെ കെട്ടുപണി ചെയ്യുവാൻ, പുതുജീവൻ്റെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമേൻ. ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്ക് പ്രാർത്ഥിക്കാം.